ഞാൻ ഇന്ന് ബ്ലൈൻഡ് ആയിട്ടുള്ള കുറച്ച് കുട്ടികളുടെ കൂടെ അവരുടെ സ്കൂൾ ടൂറിന് വന്നിരിക്കുകയാണ്. പിന്നെ അവരുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ നടത്തി കൊടുക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണ്. പക്ഷെ കാഴ്ചയില്ലാത്തവർ എങ്ങനെയായിരിക്കും ഒരു സ്ഥലം കാണുന്നത്? ഇതാണ് കോട്ടയം ഗവൺമെന്റ് ബ്ലൈൻഡ് സ്കൂൾ. ഇന്നിവിടെ ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു പെയിന്റിംഗ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. പക്ഷെ കാഴ്ചയില്ലാത്തവർ എങ്ങനെ പടം വരയ്ക്കും? ഇതറിയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. എന്നെപ്പോലെ കുറെ പേര് ഇന്നിവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വെച്ചാണ് ഞാൻ അലനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ഞാൻ നോക്കുമ്പം ഒരാൾ വരാന്തയിൽ ഒറ്റയ്ക്കിരിക്കുന്നത് കണ്ടു. ഞാനങ്ങനെ അടുത്തേക്ക് ചെന്നപ്പം പെട്ടെന്ന് സ്കൂളിന്റെ ബെല്ലടിച്ചു. അങ്ങനെ പെയിന്റിംഗ് കോമ്പറ്റീഷൻ തുടങ്ങാറായി. ഓരോ കുട്ടികൾക്കും ഇന്ന് ഓരോ വോളണ്ടിയർ വീതം കാണും. ഇന്ന് ഞാനാണ് അലന്റെ വോളണ്ടിയർ. അങ്ങനെ ആദ്യം അലൻ എന്നോട് ഒരു ആംബുലൻസ് വരയ്ക്കണം എന്ന് പറഞ്ഞു. ഇനി എന്നാ വേണ്ടേ? ആംബുലൻസ് നമുക്ക് ചുമലയും മഞ്ഞയും കൊടുക്കാം. ഓക്കെ, നമ്മളിങ്ങനെ ഇവരുടെ കൈ പിടിച്ച് ഓരോ പടവും വരച്ച് കാണിച്ചു കൊടുക്കണം. നമ്മൾ സ്ഥിരം കാണുന്ന കാറും ബസ്സും ഒക്കെ ഇവരെ പോലെയുള്ളവർ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. നമ്മളിങ്ങനെ കൈ പിടിച്ച് വരപ്പിക്കുമ്പം അവർക്ക് ഇതിന്റെ ഷേപ്പൊക്കെ മനസ്സിലാകും. ഇനി എന്നാ വരയ്ക്കുന്നത്? ഏത് കാറാണ്? ഡ്രോയിങ് എല്ലാം കഴിഞ്ഞ് അലനോട് ഞാൻ എന്താ ഗിഫ്റ്റ് വേണ്ടതെന്ന് ചോദിച്ചു. ഒരു വീഡിയോ ആണേ. അല്ല, എന്നാ സമ്മാനം വേണ്ട പറഞ്ഞു? എനിക്ക് ചിക്കൻ ബിരിയാണി അത് മാത്രം മതി. വേറെ എന്തെങ്കിലും വേണം? ഐസ്ക്രീം. ഇതൊക്കെ ചെറിയ കാര്യമാണെങ്കിലും അത് കിട്ടിക്കഴിയുമ്പം അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അങ്ങനെ എനിക്കും ഒരു ചെറിയ ആഗ്രഹം തോന്നി. ഇതാണ് ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികൾ എഴുതാനും വായിക്കാനും യൂസ് ചെയ്യുന്ന ബോർഡ്. അതിൽ എൻ്റെ പേര് എഴുതി ആരെ കൊണ്ടെങ്കിലും വായിപ്പിക്കാൻ എനിക്കും ഒരു ആഗ്രഹം. അത് കേട്ടപ്പം ഞാനും ഹാപ്പിയായി. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് പോകാറായപ്പം ഞാൻ ഒന്നും കൂടി അലനെ കാണാൻ പോയി. അല്ല, ഞാൻ പോവാ. ആ, ടാറ്റാ. 22-ാം തീയതി വരും. ഓക്കെ, കാണാവേ. 22-ാം തീയതി ഈ സ്കൂളിൽ നിന്ന് ഒരു ടൂർ പോകുന്നുണ്ട്. അതിന് ചേട്ടൻ എന്റെ കൂടെ വരുമോ എന്ന് അലൻ എന്നോട് ചോദിച്ചു. ഞാനിങ്ങനെ നോക്കാന്നും പറഞ്ഞു. കുറെ വർഷങ്ങളായിട്ട് സ്കൂളിന്റെ ടൂർ ഒന്നും നടക്കുന്നില്ലായിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഈ ഒരു പെയിന്റിങ്ങും കൂടെ കണ്ടപ്പം ഞാൻ ആ വരുന്ന സ്കൂൾ ടൂറിന് പോകാൻ തന്നെ തീരുമാനിച്ചു. ഒരു സ്റ്റുഡന്റ് അവൾ പോകാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന സ്ഥലമാണ് ഈ വരച്ചിരിക്കുന്നത്. അങ്ങനെ ഇന്നത്തെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് പോകുന്നതിന് മുന്നേ എനിക്ക് ഒരാളെയും കൂടെ പിടിക്കാനുണ്ട്. ഇതാണ് ആള്. രാവിലെ തൊട്ട് എന്റെ കയ്യിൽ പെടാതെ ഓടി രക്ഷപ്പെട്ട് നടക്കുമായിരുന്നു. അങ്ങനെ അന്ന് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. ഇന്നാണ് ആ സ്കൂൾ ടൂർ. ഞാൻ ഈ ബസ്സിലുള്ള കാര്യമൊന്നും അലൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. നമ്മൾ സാമ്പ്രാണിക്കുടി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് വന്നേക്കാണ്. അപ്പം ആദ്യം പോയിട്ട് അലനെ ഒന്ന് കാണണം. കാരണം ഞാൻ ഈ ടൂറിന് വന്ന കാര്യം അലൻ അറിഞ്ഞിട്ടില്ല. അപ്പം ഞാനാണ് അലൻ്റെ വോളണ്ടിയർ. അപ്പം നമുക്ക് നേരെ പോയിട്ട് അലനെ കാണാം. ആരാന്ന് മനസ്സിലായോ? ആരാ? ഈ ടൂറിൻ്റെ കാര്യം പറയുമ്പോഴേക്കും ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് ഈ സ്കൂളിൻ്റെ ടൂറ് ഏകദേശം ഒരു 2 വർഷമായിട്ട് മുടങ്ങി കിടക്കുമായിരുന്നു. കാരണം അവർക്കൊരു ഫണ്ടിൻ്റെ ഒക്കെ പ്രശ്നമുണ്ട്. ഈ വർഷം ടൂർ കോർഡിനേറ്റ് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. അവരെയും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. ചേട്ടൻ, ഈ ചേട്ടനാണ് ടൂർ കോർഡിനേറ്റ് ചെയ്യുന്നത്. വലിയൊരു കാര്യം കേട്ടോ. കാരണം ടൂർ മുടങ്ങി കിടക്കുമായിരുന്നു. അതെ. ചേട്ടൻ്റെ കമ്പനിയുടെ പേര് അലീഷ ട്രാവൽസ് എന്നാണ്. ഇവരാണ് ഫുള്ള് ഈ ടൂർ എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മളെല്ലാം അടിച്ചു പൊളിക്കും. തീർച്ചയായും തകർക്കും. നമ്മൾ ഇവിടുന്ന് ആ കാണുന്ന ഐലൻഡിലേക്കാണ് പോകുന്നത്. അതാണ് സാമ്പ്രാണിക്കുടി എന്ന് പറഞ്ഞ സ്ഥലം. അതിൻ്റെ ഒരു 2 കിലോമീറ്റർ റേഡിയസിൽ നമുക്ക് വെള്ളത്തിലൂടെ നടക്കാൻ പറ്റും. അവിടെ ഹൈറ്റ് കുറവാണ്. അതുകൊണ്ട് ഇവർക്ക് കാണുന്നതിനേക്കാൾ ഉപരി വെള്ളത്തിലൊക്കെ ടച്ച് ചെയ്യുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉള്ളൂ. അതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് നേരെ ബോട്ട് കയറിയിട്ട് സാമ്പ്രാണിക്കുടിക്ക് പോകാം.
നേരത്തേക്ക് ഞാനാണ് അലൻ്റെ വോളണ്ടിയർ. കാഴ്ചയുള്ള ഞാനൊക്കെ വെറുതെ എന്തോ കണ്ടു നിന്നപ്പം ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് അലനാണ്. ഓരോ സ്ഥലങ്ങളും കാണുന്നതിനേക്കാളും അപ്പുറം അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ കുറെ നേരം വള്ളമൊക്കെ തുഴഞ്ഞു ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങിയപ്പം ഞങ്ങൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. പക്ഷെ പെട്ടെന്ന് ഒരൊച്ചപ്പാട് കേട്ട് ഞാൻ അങ്ങോട്ട് ചെന്നു. എന്തോ പ്രശ്നമാണെന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങോട്ട് ഓടിച്ചെന്നത്. നമ്മളെ ഇത്രയും നേരം വള്ളത്തിൽ കൊണ്ടുപോയ ചേട്ടന്മാരാണിത്. പക്ഷെ അവർ ഞങ്ങളുടെ നിന്ന് പൈസയൊന്നും മേടിച്ചില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. പറ്റുന്നില്ല സന്തോഷം നമുക്കുണ്ട്. ധൈര്യമായിട്ട് പോയാൽ മക്കളെ കേട്ടോ. ഇനിയും പറയണം കേട്ടോ, ഇനിയും പറയണം. ഇതാണ് ഇന്നത്തെ ട്രിപ്പിന്റെ ലാസ്റ്റ് സ്ഥലം. തിരിച്ചു പോകുന്ന വഴിക്ക് അലൻ എന്നോട് അന്ന് സ്കൂളിൽ വെച്ച് പറഞ്ഞ ആഗ്രഹം എല്ലാം ചെയ്തു. പക്ഷെ ഒരു കാര്യം കൂടെ ബാക്കിയുണ്ട്. ഹലോ, അവിടെ വെച്ചൊരു കാര്യം ചോദിച്ചില്ലായിരുന്നോ? എന്നാ നമ്മുടെ പുറകിൽ സൂര്യനുണ്ട്. നേരം കുറച്ച് ലേറ്റായി, പക്ഷെ ഒരാൾ മാത്രം ഒറ്റയ്ക്കിരിക്കുന്നതുണ്ട്. ഇതാണ് അനില മോള്. അന്ന് സ്കൂളിൽ വെച്ച് ഈ പടം വരച്ചത് അനില മോളാണ്. പടം വരച്ച് ഓർക്കുന്നുണ്ടോ? മറ്റേ ഒരു സ്ഥലത്ത് പോകണം എന്ന് പറഞ്ഞ ആഗ്രഹം, കടലിൽ. അവിടെ നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പോൾ. ഇന്ന് എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് അനിലയാണ്. കാരണം നമുക്കൊക്കെ കാഴ്ചയുണ്ടെങ്കിലും നമ്മളൊന്നും കാണുന്നില്ലെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ട്രാവൽ ബിയോണ്ട് സൈറ്റ്സ്, അതുതന്നെയായിരുന്നു ഈ ഒരു യാത്രയുടെ ഒരു തീം. ഈ ഒരു ട്രിപ്പിലേക്കും ആ ഒരു സ്കൂളിലേക്കും എന്നെ എത്തിച്ച കുറേ അധികം പേരുണ്ട്. അവർക്കെല്ലാം താങ്ക് യു സോ മച്ച്. ഞങ്ങളിവിടുന്ന് ഇവരുടെ സ്കൂളിലേക്ക് തിരിച്ചു പോവാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.